സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവത്തെ മാറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാനുള്ള കുറച്ച് വഴികളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ് നമ്മൾ പലയിടത്തും പല രീതിയിലാണ് നമ്മൾ മനോഭാവം നടിക്കുന്നത്. അത് നമുക്ക് ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പലരിടത്തും പല മനോഭാവത്തിലാണ് അവിടെയുള്ള ഓഫീസർമാർ പെരുമാറുന്നത്. അത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതല്ല, നമ്മളൊരു മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും പല രീതിയിലാണ് ആൾക്കാർ നമ്മളെടുത്ത് പല മനോഭാവം വെച്ച് പുലർത്തുന്നത്. എന്റെ കാഴ്ചപ്പാടില് ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല. അതായത് വലിയവനെന്നോ ചെറിയവനെന്നോ നോക്കാതെ നമ്മൾ ഒരേ മനോഭാവത്തിലോട് പെരുമാറുന്നതാണ് ഏറ്റവും നല്ല മനോഭാവം എന്ന് ഞാൻ പറയും. നമ്മളൊരു ഓഫീസിൽ ചെന്ന് ഒരു ചെറിയ ഒരാൾ ഒരു ഇച്ചിരി മുഷിഞ്ഞ ഒരു വസ്ത്രമായിട്ട് ചെന്ന് നമ്മളൊരു സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഓഫീസർമാർക്ക് പറഞ്ഞു തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു ടിപ് ടോപ്പ് ആയിട്ടുള്ള ഒരു കക്ഷി കയറി ചെന്ന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ടക്കെന്ന് അതിനുള്ള വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടുന്ന ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെയാണ് നമ്മളൊരു കടയിൽ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർക്കുള്ള മനോഭാവം രണ്ട് രീതിയിലാണ്. അത് എല്ലാം തെറ്റായ ഒരു മനോഭാവം എന്ന് ഞാൻ പറയത്തുള്ളൂ. അതുപോലെ നമ്മൾ അയൽക്കാരെടുത്ത് ചിലപ്പോൾ അവർ ഇച്ചിരി താഴ്ന്നു കിടക്കുന്നവനായിരിക്കും, ചിലപ്പോൾ ഇച്ചിരി ഉയർന്നു നിൽക്കുന്നവരായിരിക്കും. അവരെടുത്തെല്ലാം നമ്മൾ ഒരേ രീതിയിലുള്ള മനോഭാവത്തിൽ ഇടപെടണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത്. സമൂഹത്തിൽ നമ്മൾ വേർതിരിച്ച് നമ്മൾ ഒരാളെയും കാണരുത്, ഒരാളെയും കുറച്ച് കാണരുത്. എല്ലാവർക്കും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് ചെയ്യും. അന്നേരം നമുക്ക് വിശദീകരിച്ച് പറയാം. ഇപ്പോൾ നിർത്തുന്നു. ബൈ ബൈ.